സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന കേസുകളിൽ ഉടൻ കുറ്റപത്രം. സംവിധായകൻ രഞ്ജിത്ത്, മുകേഷ് MLA, നിവിൻ പോളി എന്നിവർക്കെതിരായ കേസുകളിൽ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയായി. 3 കേസുകളിലും ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ശ്രമം. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിലാകും ആദ്യം കുറ്റപത്രം കൊടുക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങളെ ഇന്ന് ഹൈക്കോടതി വിലക്കി. പ്രത്യേക അന്വേഷണ സംഘത്തെ വിളിച്ച് ഫോണിലൂടെ അല്ലെങ്കിൽ അല്ലാതെ മൊഴിയുടെ വിശദാംശങ്ങൾ തേടരുതെന്നും ഹൈക്കോടതി ഇന്ന് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ് എസ്കേൻ. ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന വെളിപ്പെടുത്തലുകളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു കേസിൽ ഇത്ര വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത് ഇതാദ്യമായിരിക്കും. ഈ അടുത്ത് നമ്മൾ കാണുന്നതും ഇതാദ്യമായാണ് ഇങ്ങനെ ഇത്ര വേഗത്തിൽ കുറ്റപത്രത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. അതായത് പ്രധാന കേസുകളുടെ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം അവരിൽ നിന്ന് വിവരം കിട്ടുന്നുണ്ട്. രഞ്ജിത്ത്, മുകേഷ്, നിവിൻ പോളി എന്നിവർക്കെതിരായ കേസുകളിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു. നിവിൻ പോളിയെ 2 തവണ അന്വേഷണ സംഘം ഇതിനോടകം ചോദ്യം ചെയ്തു. ഡിജിറ്റൽ തെളിവുകൾ, ഹോട്ടൽ ബിൽ അടക്കം അന്വേഷണ സംഘത്തിന് നിവിൻ പോളി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 3 കേസുകളിൽ ഈ മാസം തന്നെ കുറ്റപത്രം സമർപ്പിക്കും. ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത് രഞ്ജിത്തിന്റെ കേസിലായിരിക്കുമെന്നും പറയുന്നുണ്ട്. അതായത് വളരെ വേഗത്തിൽ അന്വേഷണ സംഘം SIT മുന്നോട്ട് പോവുകയാണ്.